ഈ അടുത്ത് എന്നെ കാണാൻ വന്ന ഒരു പ്രായമുള്ള ഒരു അച്ഛൻ. അദ്ദേഹം പറഞ്ഞു ഉറക്കം തീരെ ഇല്ല. ഭയങ്കര പ്രശ്നമാണ്. ഷുഗറും മറ്റു അസുഖങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പം ഉറക്കം ഞാൻ ഓൾറെഡി പറഞ്ഞാണ്. ഉറക്കമില്ലായ്മ ഈ പ്രശ്നങ്ങളൊക്കെ കൂട്ടും. അപ്പോൾ അദ്ദേഹം ഉറക്കത്തിന് എനിക്ക് എന്തെങ്കിലും മരുന്ന് വേണം ഡോക്ടറെ. കുറേ നാളായി ഉറക്കമൊന്നുമില്ല. ശരിയാവുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം മരുന്ന് കൊടുക്കുക എന്നുള്ളത് വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അടുത്ത് നമ്മൾ സംസാരിച്ചു, വിശദമായിട്ട് സംസാരിച്ചു. ഉറങ്ങാൻ കിടക്കുന്ന സമയവും കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ മനസ്സിലായത് അതിനൊരു പ്രത്യേകിച്ച് ഒരു സമയമൊന്നുമില്ല. ഇപ്പോൾ ടി വി കണ്ടുകൊണ്ടോ അല്ലെങ്കിൽ പല കാര്യങ്ങളും ഒക്കെ കണ്ടുകൊണ്ട് ഡിലേ ആവുന്നുണ്ടെന്ന് പറഞ്ഞു. രണ്ടാമത്തെ അത്താഴം കഴിക്കുന്നത് ലേറ്റ് ആയിട്ടാണെന്ന് പറഞ്ഞു. മൂന്നാമത്തെ കാര്യം അദ്ദേഹത്തിൻ്റെ ഒരു ശീലമുണ്ട്. ഇപ്പോൾ രാത്രിയിലാണെങ്കിലും ഫുഡിൻ്റെ കൂടെ നന്നായിട്ട് വെള്ളം കുടിക്കും. എന്നിട്ട് രാത്രിയിൽ യൂറിൻ പാസ് ചെയ്യാനായിട്ട് എണീക്കും. യൂറിൻ പാസ് ചെയ്ത് തിരിച്ച് വന്നു കഴിഞ്ഞാൽ വീണ്ടും വെള്ളം കുടിക്കും. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് തന്നെ നിങ്ങളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഉറക്കക്കുറവിൻ്റെ കാരണം അദ്ദേഹത്തിൻ്റെ ഈ ശീലങ്ങൾ തന്നെയാണ്. അപ്പോൾ ഒന്ന് നല്ലൊരു സ്ലീപ്പ് ഹൈജീൻ ഉണ്ടാക്കണം. അത്താഴത്തിൻ്റെ സമയം നേരത്തെ ആക്കാം, വളരെ നേരത്തെ ആക്കുക. ഒരു കിടക്കുന്നതിന് 2-3 മണിക്കൂർ നേരത്തെ ആക്കുക, ഒന്നാമത്തെ കാര്യം. 2, ചായ കോഫി അങ്ങനെയുള്ള കാര്യങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ അത് ഈവനിങ് ടൈമിൽ പിന്നെ നൈറ്റ് ടൈമിലും കഴിക്കുന്നുണ്ടെങ്കിൽ അത് മാക്സിമം അവോയ്ഡ് ചെയ്യാം. മൂന്നാമത്തേത് അധികമായിട്ടുള്ള സ്ക്രീൻ ടൈം. പണ്ടൊക്കെ കുട്ടികളെയായിരുന്നു വഴക്ക് പറയുന്നത്, ഫോൺ ഉപയോഗിക്കുന്നു, ടി വി ഉപയോഗിക്കുന്നു. പക്ഷേ ഇപ്പോൾ നോക്കുമ്പോൾ എല്ലാ പ്രായക്കാരും കണ്ടിന്യൂസ് ആയിട്ട് മൊബൈലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഗാഡ്ജറ്റ്സ് ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നൈറ്റ് അവേഴ്സിലേക്കുള്ളതിൻ്റെ ഇത് കുറയ്ക്കുക. പിന്നെ പകൽ സമയത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം കുടിച്ചിട്ട് സന്ധ്യയ്ക്ക് ശേഷം നമുക്ക് ആവശ്യത്തിന്, ഇപ്പോൾ മരുന്ന് കഴിക്കാനുണ്ടെങ്കിൽ മരുന്ന് കഴിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വെള്ളം, അല്ലെങ്കിൽ ദാഹത്തിൻ്റെ വെള്ളം മാത്രം എടുക്കാം. അല്ലാതെ ഇതുപോലെ 2 ലിറ്റർ വെള്ളം രാത്രിയിൽ കുടിച്ചു, അത് കഴിഞ്ഞ് യൂറിൻ പാസിന് എണ്ണീച്ചു, അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ വീണ്ടും 2 ഗ്ലാസ് വെള്ളം കുടിക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ കുടിക്കുമ്പോൾ നിങ്ങളുടെ ഉറക്കം ശരിയാവില്ല. അപ്പം ഞാൻ അദ്ദേഹത്തിനോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എല്ലാം കൂടെ ശരിയാക്കാൻ പറ്റില്ല, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട്. ആദ്യം ഞാൻ പറഞ്ഞ വെള്ളം കുടിക്കുന്നതും അത്താഴം കഴിക്കുന്ന സമയം ഒന്ന് റെഡിയാക്കാനാണ്. അത് ചെയ്തപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞത് ഉറക്കത്തിന് കുറച്ച് ബെറ്ററായി വരുന്നുണ്ടെന്നുള്ളതാണ്. പിന്നെ ഉറക്ക ഗുളിക വേണം നിർബന്ധം പിടിച്ചു വരുന്ന ചില പേഷ്യൻസിൽ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ കൂടെ ഒരു പ്ലസിബോ എഫക്റ്റിന് ഒരു വൈറ്റമിൻ ടാബ്ലറ്റ് കൊടുത്തിട്ട് 7 മണിക്ക് ഇത് കഴിച്ചാൽ മതി, അത് കഴിച്ച് കഴിഞ്ഞാൽ ഉറക്കം വരുമെന്ന് പറഞ്ഞാൽ മിക്ക ആൾക്കാർക്കും ഉറക്കമൊക്കെ ശരിയാവാറുണ്ട്.